ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്? ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും, അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? എന്നാണോ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നത്, എന്നാണോ മുസ്ലിങ്ങൾ ഈ രാഷ്ട്രം ഭരിക്കുന്നത്, എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞത്? ഈ സമൂഹത്തെ വെറുതെ ഇങ്ങനെ ഇളക്കി വിടുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. കൃത്യമായി അദ്ദേഹത്തെ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ ഇതിന് മറുപടി പറയുന്നുണ്ട്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ കാട്ടുവേട്ടാവളിയൻ തീവ്രവാദിയൊക്കെ ഏത് ശിലായുഗത്തിൽ ജീവിച്ചാന്നാണ് അറിയില്ലാത്ത. കാരണം ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ചത് മുസ്ലിംസാണ്. നൂറ്റാണ്ടുകളോളം ഭരിച്ചവരാണ് അവര്. മുഗൾ സാമ്രാജ്യം, ഡൽഹി സുൽത്താനത്ത്, അങ്ങനെ ഒട്ടേറെ സാമ്രാജ്യങ്ങൾ നൂറ്റാണ്ടുകളോളം ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ബാബർ, അക്ബർ, ഔറംഗസേബ്, അങ്ങനെ ഒട്ടേറെ മുസ്ലിം രാജാക്കന്മാർ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളോളം പിന്നിട്ടിട്ടും ഭൂരിപക്ഷം ജനങ്ങൾ ഇന്നും ഭൂരിപക്ഷമായി തന്നെ നിലനിൽക്കുന്നു. ഈ 70s ചിന്താഗതികളും മതഭ്രാന്ത് തലയ്ക്ക് മൂത്ത ഈ വർഗീയ വേഷം നരവാഴകളെ പൊളിറ്റിക്സ് പറയാൻ സമ്മതിക്കരുത്. ഇവന്മാരെ പുഴുത്ത തലയിലും മൊത്തം വർഗീയതയാണ്. നമ്മുടെ നാട് ഗതി പിടിക്കാണ്ട് കിടക്കണതിന്റെ കാരണം ഈ വിഷ ജന്തുക്കളാണ്. കാരണം മതവും ജാതിയും വിട്ട് ജനങ്ങൾ ഇവിടെ പൊളിറ്റിക്സ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നാട് നന്നാവും. പണ്ട് കാലത്തെ രാജാക്കന്മാരെ അടിമപ്പണി ഏൽപ്പിച്ചതും കട്ടുമുടിച്ചവന്മാര് നക്കിക്കൊണ്ടിരുന്നതും പാവപ്പെട്ടവനെ പണിയെടുപ്പിച്ച് നട്ടലൊടിപ്പിക്കാനും കഴിയില്ല. ഇനിയുള്ള കാലം മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ജനങ്ങൾ തമ്മി തല്ലി ചാകണം. അതാണ് ഇവന്മാരുടെ ലക്ഷ്യം. ഒന്ന് ചിന്തിച്ചു നോക്കണം. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ഇവിടെ വർഗീയ ലഹള ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇവിടെ പരസ്പരം കൂട്ടക്കുരുതി കഴിച്ചിട്ടുണ്ട്. ഇതുപോലെ കുഴിയിലേക്കും കാലും നീട്ടിയിരിക്കുന്ന മാട്ടക്കിളവന്മാരെ വാക്കും കേട്ട് മതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനിറങ്ങിയ നമ്മുടെ ഭാവി ഇവിടെ തീരും. നമ്മുടെ നാട് നശിക്കും, നമ്മുടെ ഭാഷ നശിക്കും, നമ്മുടെ രാജ്യം നശിക്കും. 8 നൂറ്റാണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ ഭരിച്ചില്ലേ? അന്നും ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരുന്നു, മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം. ഇന്നും മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷം, ഹൈന്ദവർ ഭൂരിപക്ഷം. എവിടെയാണ് പ്രിയപ്പെട്ടവരെ അന്നത്തെ കാലത്ത് അതിൻ്റെ ശേഷം ഉണ്ടായതുപോലെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നില്ല, കലഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ഇന്നും തലയെടുപ്പുള്ള എല്ലാ നിർമ്മിതികളും ഉണ്ടായത് മുസ്ലിങ്ങൾ ഈ രാജ്യം ഭരിച്ച കാലത്താണ്. മുസ്ലിങ്ങൾ ഈ രാജ്യം കട്ടുമുടിച്ച് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ഹിന്ദുവിനെയും മുസ്ലിമാക്കിയിട്ടില്ല. എന്തിനാണ് ഉസ്താദുമാരായാലും സ്വാമിമാരായാലും അച്ഛന്മാരായാലും നമ്മളൊക്കെ ഈ സമൂഹത്തിന് ദിശാബോധം നൽകേണ്ടവരാണ്. നമ്മൾ ഈ സമൂഹത്തിൽ തെറ്റായ എന്തെങ്കിലും പ്രസംഗങ്ങൾ നടത്തുമ്പം, വർഗീയമായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പാടില്ല. നമ്മുടെ സമൂഹം ഒരു കളർഫുള്ളായ ബേർഡ് സാങ്ച്വറി എന്ന് സരോജിനി നായിഡു പറഞ്ഞതുപോലെ എല്ലാ പക്ഷികളും കൂടെ കൂടുമ്പോഴാണ് ഒരു പൂന്തോട്ടം മനോഹരമാകുന്നത് എന്ന് പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ് ആവേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ തന്നെ വർഗീയത ഇങ്ങനെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൻ്റെ ഭാവി എന്താകും? എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.